ലെൻസസ് എന്ന ചാപ്റ്ററിൽ ഇനി അവസാനം നമുക്ക് പഠിക്കാനുള്ള 3 ടോപ്പിക്കുകളാണ് പവർ ഓഫ് ലെൻസ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് എന്നിവ. അത് മൂന്നും നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇതുവരെയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയെന്ന് ഉറപ്പുവരുത്തുക. പവർ ഓഫ് ലെൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എന്താണ്? പവർ ഈസ് എ ടേം റിലേറ്റഡ് ടു ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. ലെൻസുകളുടെ ഫോക്കൽ ലെങ്ത് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരു ടേം, ഒരു പദമാണ് ഈ പവർ എന്ന് പറയുന്നത്. ദ പവർ ഓഫ് എ ലെൻസ് ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു കൺവേർജ് ഓർ ഡൈവേർജ് ലൈറ്റ് റേസ് ഇൻസിഡന്റ് ഓൺ ഇറ്റ്. അല്ലെ, കോൺവെക്സ് ലെൻസുകൾ ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ കോൺകേവ് ലെൻസ് ആണെങ്കിൽ അത് ഡൈവേർജ് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. എത്രമാത്രം ഒരു ലെൻസ് അതിൽ പതിക്കുന്ന റേസിനെ, പ്രകാശരശ്മികളെ കൺവേർജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യുന്നു എന്നതിന്റെ ആ ഒരു കഴിവാണ് പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഡെഫിനേഷനായിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതുക: പവർ ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്. ഈ ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കൽ എടുത്താൽ 1 ഡിവൈഡഡ് ബൈ ആ ഫോക്കൽ ലെങ്ത് ചെയ്താൽ കിട്ടുന്നതാണ് പവർ. ദ ലോവർ ദ ഫോക്കൽ ലെങ്ത് ദ ഹയർ ദ പവർ ഓഫ് ദ ലെൻസ്. അതായത് ഫോക്കൽ ലെങ്ത് കുറവാണെങ്കിൽ അതിന്റെ പവർ കൂടുതലായിരിക്കും. നോക്കുക, പവറിന്റെ ഇക്വേഷൻ ആണല്ലോ P is equal to 1 divided by F. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ കുറവാണെങ്കിൽ ഇത് ടോട്ടൽ എന്താകും? അത് കൂടും. ഓക്കെ, അതായത് 1 divided by F എന്നാണ്. അപ്പോൾ ഈ ഡിനോമിനേറ്ററിലുള്ള F കുറഞ്ഞാൽ പവർ എന്ത് ചെയ്യും? കൂടും. ഓക്കെ, ദ SI യൂണിറ്റ് ഓഫ് പവർ ഈസ് ഡയോപ്റ്റർ is denoted by the letter D. പവറിന്റെ യൂണിറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പവറിന്റെ യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ ആണ്. അത് എന്ത് സിമ്പിൾ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കാറ്? ഡി, ക്യാപിറ്റൽ ലെറ്റർ ഡി ആണ്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചെയ്തു നോക്കാം. ദ പവർ ഓഫ് എ ലെൻസ് വിത്ത് എ ഫോക്കൽ ലെങ്ത് ഓഫ് 1 മീറ്റർ ഈസ് 1 ഡയോപ്റ്റർ. എന്താണ്? അതായത് 1 മീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ലെൻസിന്റെ പവർ ആണ് 1 ഡയോപ്റ്റർ എന്ന് പറയുന്നത്. നോക്കിക്കോളൂ, P is equal to 1 divided by F ആണല്ലോ. ഈ F എന്നത് മീറ്റർ എന്ന യൂണിറ്റിൽ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ F ഒരു 10 സെന്റിമീറ്റർ ആണെങ്കിൽ ആ സെന്റിമീറ്റർ അല്ല നമ്മൾ എഴുതേണ്ടത്, ആദ്യം മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് താഴെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കുക. അപ്പോൾ 1 മീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ലെൻസിന്റെ പവർ 1 ഡിവൈഡ് ബൈ F എന്താകും? 1 മീറ്റർ എന്നാകും അല്ലെ, 1 മീറ്റർ. ഓക്കെ, ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 എത്രയാണ്? 1 തന്നെയാണ് അല്ലേ, 1 ഡയോപ്റ്റർ എന്ന് പറയാം. ഓക്കെ, ഇത്രയേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. 1 മീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസിന്റെ പവർ ആണ് 1 ഡയോപ്റ്റർ. ഈ ക്വസ്റ്റ്യൻ നോക്കുക: വാട്ട് ഈസ് ദ പവർ ഓഫ് എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 25 സെന്റിമീറ്റർ? ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ഫോക്കൽ ലെങ്ത് മാത്രമേ ആവശ്യമുള്ളൂ. ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, P is equal to 1 divided by F ആണ്. ആ F എത്രയാണ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കോൺകേവ് ലെൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺകേവ് ലെൻസ് ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എഴുതാം ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് ലെൻസ് ഈക്വൽ ടു -25 സെന്റിമീറ്റർ എന്ന് എഴുതാം. അതാണ് F is equal to -25 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ആ ഒരു സൈൻ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ സെന്റിമീറ്റർ എന്ന യൂണിറ്റിലാണല്ലോ സൈൻ ഉള്ളത്. നമ്മൾ പവർ കണ്ടുപിടിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിനെ SI യൂണിറ്റ് ആയ മീറ്ററിലേക്ക് മാറ്റണം. ഓക്കെ, എങ്ങനെയാണ് മീറ്ററിലേക്ക് മാറ്റുന്നത് സെന്റിമീറ്ററിനെ? നോക്കുക, 100 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ ആണ് അല്ലേ. അല്ലെ, ഒരു മീറ്റർ സ്കെയിൽ എന്ന് വെച്ചാൽ അതിൽ 100 സെന്റിമീറ്റർ ഉണ്ടാകും. ഈ 100നെ നമുക്ക് 100 മൾട്ടിപ്ലൈഡ് ബൈ 1 എന്ന് എഴുതാമല്ലോ. അങ്ങനെ മാറ്റി എഴുതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഈക്വൽ ടു 1 മീറ്റർ. ഇനി ഈ 1 സെന്റിമീറ്റർ മാത്രം നമ്മൾ LHS, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വെച്ചിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് ഈ മൾട്ടിപ്ലൈഡ് ബൈ 100 എന്നതിനെ ഈക്വൽ ടു സിമ്പലിന്റെ മറുവശത്തേക്ക് ഇടുന്നു. അപ്പോൾ ഡിവൈഡഡ് ബൈ 100 എന്നാകും. അപ്പോൾ 1 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 100 മീറ്റർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 25 സെന്റിമീറ്ററിനല്ലേ മാറ്റേണ്ടത്. 25 സെന്റിമീറ്റർ ഈക്വൽ ടു 25 മൾട്ടിപ്ലൈഡ് ബൈ ഈ 1 ഡിവൈഡ് ബൈ 100. ഓക്കെ, അത് നമുക്ക് ഇവിടെ കൊടുക്കാം. 25 മൾട്ടിപ്ലൈഡ് ബൈ 1 എത്രയാണ്? 25 തന്നെയാണ്, ഡിവൈഡ് ബൈ 100. ഇതിനെങ്ങനെ എഴുതാം? നോക്കുക, ആദ്യം 25 എന്ന് നിങ്ങൾ എഴുതാം. എന്നിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ. 2 സീറോ ഉള്ള ഒരു സംഖ്യയാണ് അല്ലേ. അതായത് 10ഓ 100ഓ 1000 ഒക്കെ ആണെങ്കിൽ ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? 100 ആണ്. അതായത് 2 സീറോ ഉണ്ട് ഇതിൽ.
അതുകൊണ്ട് ഈ 25 എന്ന് എഴുതിയിട്ട് ഇവിടുന്ന് 1 2 സംഖ്യ കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇടുക. ഓക്കെ, എന്നിട്ട് അതിന് മുന്നിൽ ഒരു 0 കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടി? 0.25 മീറ്റർ. ഇങ്ങനെയാണ് സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 2 സെന്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 2 0 ഉള്ള ഈ 100 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ആൻസർ ആയ ഈ 2 ആദ്യം എഴുതി. 2 സെന്റിമീറ്റർ ഈക്വൽ 2 ഡിവൈഡ് ബൈ 100 മീറ്റർ. അത് നമ്മൾ 2 എന്ന് എഴുതി. നമുക്കറിയാം 2 0 ഉണ്ട്, അതുകൊണ്ട് 2 സംഖ്യ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണമെന്ന് അറിയാം. അപ്പോൾ എന്ത് ചെയ്യും? ആദ്യത്തെ സംഖ്യ ഇത് തന്നെയാണ് 2. ഇനി ഒരു സംഖ്യ കൂടെ കഴിയണമല്ലോ. അപ്പോൾ അവിടെ സംഖ്യ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു 0 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ 2 നമ്പേഴ്സ് കഴിഞ്ഞു. ഇനി ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിന് മുമ്പിൽ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ 0.02 മീറ്റർ എന്ന് കിട്ടും. അതായത് 2 സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇങ്ങനെ ഒരു രീതിയിലുള്ള കൺവേർഷൻ ആയതുകൊണ്ടാണ് ഡിവൈഡ് ബൈ 100 വന്നത്. ഇനി എപ്പോഴെങ്കിലും ഡിവൈഡ് ബൈ 10 മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചോളൂ ഏതെങ്കിലും ഒരു കണക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് 10ൽ ഒരു 0 ആണല്ലോ ഉള്ളത്, അതുകൊണ്ട് ഒരു നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം. ഓക്കെ, ഇനി ഈ കണക്കിലേക്ക് വരിക. f is equal to -25 അല്ലേ? Since the focal length is considered in meter while calculating the power of the lens in SI unit, SI യൂണിറ്റിലോട്ട് മാറ്റണം. എങ്ങനെ ചെയ്യും? f equal to -25 divided by 100 ചെയ്യണം മീറ്റർ. ഇത് എത്രയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അല്ലേ? 0.25 ആണ്. 25 മീറ്റർ. ഇതിന് മുമ്പിൽ മൈനസ് സിമ്പിൾ കൂടി ഉണ്ട്, മൈനസ് സൈൻ കൂടി ഉണ്ട്. അപ്പോൾ എഫ് നമ്മൾ മീറ്ററിലോട്ട് മാറ്റി കഴിഞ്ഞു. ഇനി പവറിന്റെ ഇക്വേഷൻ പവർ P is equal to 1 divided by F ആണ്. അതായത് P is equal to 1 divided by F എത്രയാണ്? -0.25 മീറ്റർ ആണ്. ഇതെങ്ങനെ ചെയ്യാം നോക്കിക്കോളൂ. ഇവിടെ താഴെ ഒരു നമ്പർ, ഈ നമ്പറിൽ പോയിന്റിന് ശേഷം 2 നമ്പേഴ്സ് വരുന്നുണ്ട് അല്ലേ? മുകളിൽ അങ്ങനെയൊന്നുമില്ല, പോയിന്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ 2 നമ്പേഴ്സ് പോയിന്റിന് ശേഷം വരുന്നതുകൊണ്ട് ഈ പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മുകളിലും താഴെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? 100ൽ 2 സീറോസ് ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ 2 സീറോ ഉള്ള ആ നമ്പറായ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മുകളിലും താഴെയും ചെയ്യണം. മുകളിൽ ചെയ്താൽ എന്ത് കിട്ടും? മുകളിൽ ചെയ്താൽ 1 മൾട്ടിപ്ലൈഡ് ബൈ 100 എത്രയാണ്? 100 തന്നെയാണ്. അതായത് മുകളിൽ 100 വരും. ഓക്കെ, അടിയിൽ ചെയ്താൽ എന്ത് കിട്ടും? അടിയിൽ ചെയ്താൽ ആ പോയിന്റ് അവിടെ നിന്ന് മാറിക്കിട്ടും. അതായത് -0.25 എന്ന് കിട്ടും. ഇനി മുൻപിലുള്ള ഈ 0 നമ്മൾ എഴുതണമെന്നില്ല. അപ്പോൾ എന്ത് കിട്ടും? -25 എന്ന് കിട്ടും. അതായത് -25. ഇത് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് നിങ്ങൾ ജസ്റ്റ് 100 ഡിവൈഡ് ബൈ 25 ചെയ്യാം. എത്രയാണ്? 100ൽ എത്ര 25 ഉണ്ട്? 4 25 ഉണ്ട് അല്ലേ? അതുകൊണ്ട് ആൻസർ 4 ആണ്. ഇനി സൈൻ കൊടുക്കണമല്ലോ. നോക്കുക, താഴെ മൈനസ് സൈൻ ആണ്, മുകളിൽ സൈൻ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ സൈൻ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവിടെ പ്ലസ് സൈൻ ആണ് എന്നാണ്. ഓക്കെ, ഇങ്ങനെ വിപരീത ചിഹ്നങ്ങൾ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈൻസ് ആണ് ഉള്ളതെങ്കിൽ ആൻസറിൽ, അതായത് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈൻസ് ആണെങ്കിൽ ആൻസറിൽ മൈനസ് സൈൻ വരും. ഓക്കെ, അപ്പോൾ -4 ഡയോപ്റ്റർ എന്നതാണ് ഇതിന്റെ ആൻസർ. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇഫ് ദ പവർ ഈസ് നെഗറ്റീവ് ഇറ്റ് ഈസ് ഐഡന്റിഫൈഡ് ആസ് കോൺകേവ് ലെൻസ്. അതായത് കോൺകേവ് ലെൻസിൽ നമുക്കറിയാം, കോൺകേവ് ലെൻസിൽ ഫോക്കൽ ലെങ്ത് എന്താണ്? നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ പവറും നെഗറ്റീവ് ആണ് കോൺകേവ് ലെൻസിൽ. ഓക്കെ, ഇനി ഇഫ് ഇറ്റ് ഈസ് കോൺവെക്സ് ലെൻസ് വാട്ട് വിൽ ബി ദ സൈൻ ഓഫ് ദ പവർ? കോൺവെക്സ് ലെൻസ് ആണെങ്കിലോ നമുക്കറിയാം കോൺവെക്സ് ലെൻസിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് പവറും പോസിറ്റീവ് ആണ്. വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് ഈസ് ഇൻ ദ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ? ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ ഏത് ടൈപ്പ് ലെൻസ് ആണുള്ളത്? നോക്കിക്കോളൂ, ഇവിടെ പവർ പോസിറ്റീവ് ആണ് കൊടുത്തിട്ടുള്ളത്, അതിനാൽ അതിന്റെ ലെൻസ് ആണ്, അത് കോൺവെക്സ് ലെൻസ് ആണെന്ന് നമുക്ക് പറയാം. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് സം ഓഫ് ദ ഡിവൈസസ് ദാറ്റ് യൂസ് ലെൻസസ്. ലെൻസസ് ഉപയോഗിക്കുന്ന രണ്ട് ഡിവൈസസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്നാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, പിന്നെ റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്. നമുക്ക് ആദ്യം ഇത് നോക്കാം. നിങ്ങൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് കേട്ടിട്ടുണ്ടാകും. ഓക്കെ, സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അത് പേര് പോലെ തന്നെ സിമ്പിൾ ആണ്. ഓൺലി വൺ കോൺവെക്സ് ലെൻസ് ഈസ് യൂസ്ഡ് ഇൻ ഇറ്റ്. അതിൽ ഒരൊറ്റ കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ മോർ ദാൻ വൺ കോൺവെക്സ് ലെൻസ് ആർ യൂസ്ഡ്. ഒന്നിലധികം കോൺവെക്സ് ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. വാട്ട്സ് ദ യൂസ് ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്? എന്താണ് ഇതിന്റെ യൂസ്?
ടു വ്യൂ വെരി സ്മോൾ ഒബ്ജക്ട്സ് വിച്ച് ആർ നോട്ട് വിസിബിൾ ടു ദ നേക്കഡ് ഐ. അതായത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചെറിയ ഒബ്ജക്ട്സിനെ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഹാവ് യു എവർ വണ്ടേർഡ് ഹൗ ദേ മാഗ്നിഫൈ ഒബ്ജക്ട്സ്? എങ്ങനെയാണ് ഇവ ഒബ്ജക്ട്സിനെ മാഗ്നിഫൈ ചെയ്യുന്നത്, വലുതാക്കി കാണിക്കുന്നത് നിങ്ങൾ അതിശയിച്ചിട്ടുണ്ടോ? ദ ടു മെയിൻ പാർട്സ് ഓഫ് എ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആർ ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. ഒബ്ജക്റ്റീവ് എന്നതും ഐ പീസ് എന്നതും രണ്ട് ലെൻസുകളാണ്. ഇവ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ മെയിൻ പാർട്സ് ആണ്. അതിൽ ചിത്രം നോക്കുക. ഇവിടെ ഈ ഒരു ഗ്ലാസ് സ്ലൈഡിൽ ഇവിടെയാണല്ലോ നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുന്നത്. ഇപ്പോൾ ഒരു ലീഫിന്റെ ഒരു പീസോ മറ്റോ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെയാണല്ലോ വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ അതാണ് ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിന് അടുത്തുള്ള ലെൻസാണ് ഒബ്ജക്റ്റീവ്. ഇനി നമ്മൾ ഇതിലെ കൂടിയാണല്ലോ നോക്കുന്നത്, അതായത് നമ്മുടെ ഐയുടെ അടുത്തുള്ള ലെൻസാണല്ലോ ഇത്. അതുകൊണ്ട് അതിനെ ഐ പീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക. ഒബ്ജക്റ്റീവ്. An objective is a lens placed close to the object to be observed. Objective is a lens placed എവിടെയാണ് വയ്ക്കുന്നത്? Close to the object. ഒബ്ജക്റ്റിന് അടുത്ത് വയ്ക്കുന്നു. Eyepiece eyepiece is the lens through which the image formed by the objective lens is observed. അതായത് ഈ ഒബ്ജക്റ്റീവ് ലെൻസ് ഒരു ഇമേജ് ഫോം ചെയ്യും. അതിനെ ഒബ്സർവ് ചെയ്യുന്നത് ഏതിലെ കൂടിയാണോ അതാണ് ഐ പീസ്. ഓക്കെ. The focal length of the eyepiece is greater than that of the objective. ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്തിനേക്കാൾ കൂടുതലായിരിക്കും ഐപീസിന്റെ ഫോക്കൽ ലെങ്ത്. ഏതിൽ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ. ആ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ചിത്രം നോക്കുക. ഈ ഒരു ചിത്രം നോക്കുക. ഇവിടെ താഴെ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ നമ്മൾ എന്ത് വയ്ക്കുന്നു? ഏത് ഒബ്ജക്റ്റിനെയാണോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അതിനെ വയ്ക്കുന്നു, അല്ലേ? അതിനടുത്തുള്ള ലെൻസ് ഒബ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞു. മുകളിൽ നമ്മൾ നോക്കുന്ന ആ ലെൻസ് ഐ പീസ് ആണെന്ന് പറഞ്ഞു. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, മുകളിൽ നോക്കുന്നുണ്ട്. ഇനി നോക്കുക. ഇവിടെ ഇമേജ് ഫോർമേഷന്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഒരു ആൻഡിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്, അല്ലേ? അപ്പോൾ അതിന്റെ ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ ചിത്രം ജസ്റ്റ് വരച്ച് പഠിക്കുക. ഇവിടെ നോക്കുക. മാഗ്നിഫിക്കേഷൻ ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ദ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ മാഗ്നിഫിക്കേഷൻ നടക്കുന്നത് കറക്റ്റ് സ്കെയിൽ അളവെടുത്തിട്ട് കൊടുത്തതൊന്നുമല്ല എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണ് നോക്കുക. ഇവിടെ ഒബ്ജക്റ്റീവ് ലെൻസ്, ഒബ്ജക്റ്റിനടുത്തുള്ള ഒബ്ജക്റ്റീവ്, ഇത് ഐ പീസ്. ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടോ കൂടുതലാണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ഐ പീസ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്. കണ്ടോ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടോ ഇത്ര മാത്രമേ ഉള്ളൂ. FO, ഇത് FE, റെഡ് ലെറ്റർ കൊടുത്തത് കണ്ടോ. ഇനി നോക്കുക. ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ഇമേജ് ഫോർമേഷൻ നമുക്ക് രണ്ട് പാർട്സ് ആയിട്ട് അനലൈസ് ചെയ്യാം. ഒന്നാമത്തെ നോക്കുക. ഇത്ര ഭാഗം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ FO എന്താണ്? ഒബ്ജക്റ്റീവിന്റെ ഫോക്കസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, പ്രിൻസിപ്പൽ ഫോക്കസ്. ഇവിടെ 2FO അതേപോലെ രണ്ട് വശങ്ങളിലും കൊടുത്തിട്ടുണ്ട്. ഇത് തൽക്കാലം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇത്ര മാത്രം നോക്കുക. ഈ 2FOയ്ക്ക് അപ്പുറമാണ് നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. അതായത് ബിയോണ്ട് 2F ആണെങ്കിൽ, അതായത് 2FOയ്ക്ക് അപ്പുറമാണ് നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് ഈ ഒബ്ജക്റ്റിനേക്കാൾ ചെറുതായിരിക്കും, ഡിമിനിഷ്ഡ് ആയിരിക്കും. നമ്മൾ ഇനി 2F ഇവിടെയാണ് വയ്ക്കുന്നതെങ്കിലോ, ഇവിടെ വയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെയാണ് വയ്ക്കുന്നതെങ്കിൽ ഇതിന്റെ സെയിം ലെങ്ത് ഉള്ള, സെയിം ഹൈറ്റ് ഉള്ള ഒരു ഇമേജ് നമുക്ക് ഈ ഒരു വശത്ത് അതർ സൈഡിൽ കിട്ടും 2FOയിലായിട്ട്. ഓക്കെ, എന്നാൽ നമ്മൾ ഈ ഒബ്ജക്റ്റിനെ Fനും 2Fനും ഇടയിലായിട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ ഈ 2FOയ്ക്ക് അപ്പുറമായിട്ട് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടുമെന്ന് നമ്മൾ റേ ഡയഗ്രാമിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കുക. നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം നോക്കിയിട്ട് വരാം. ഈ ഒരു റേ ഡയഗ്രാമത്തിൽ ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒബ്ജക്റ്റ് ബിറ്റ്വീൻ F ആൻഡ് 2F, Fനും 2Fനും ഇടയിലാണ് ഒബ്ജക്റ്റ് വയ്ക്കുന്നെങ്കിൽ പൊസിഷൻ ഓഫ് ദ ഇമേജിന്റെ പൊസിഷൻ ബിയോണ്ട് 2F ആണ്, 2Fന് അപ്പുറമാണ് കിട്ടുന്നത്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്?
അത് ഇൻവേർട്ടഡ് ആയിരിക്കും, അത് മാഗ്നിഫൈഡ് ആയിരിക്കും, അത് റിയൽ ആയിരിക്കും. ഈ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇവിടെ. ഇനി നോക്കുക, ഇവിടെ ഒരു റിയൽ ആയിട്ടുള്ള ഇമേജ് ഫോം ചെയ്തു. നമ്മൾ ഇനി ഐ പീസിലെ കൂടി വാച്ച് ചെയ്യുന്നത് ഈ ഒരു ഇമേജിനെയാണ്. ഇപ്പോൾ ഇവിടെ റിയൽ ആയിട്ടുള്ള ഒരു ഇമേജ് ഫോം ചെയ്തല്ലോ ഒബ്ജക്റ്റീവ് ലെൻസ് വെച്ചപ്പോൾ, ഒബ്ജക്റ്റീവ് ലെൻസ് കാരണം ഇതിനെയാണ് നമ്മൾ ഐ പീസിലൂടെ വാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ട് നോക്കാം ഈ ഒരു ഡയഗ്രത്തിന്റെ. അതായത് ഈ ഒരു പാർട്ട് നോക്കുക. ഇവിടെ ഈ ഒബ്ജക്റ്റീവ് ഫോം ചെയ്ത ഇമേജ് ഉണ്ടല്ലോ, ഈ ഇമേജ് ആണ് ഈ ഐ പി എസ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് ഒബ്ജക്റ്റ് ഒന്നും വച്ചിട്ടില്ല. ഈ ഒബ്ജക്റ്റീവ് ലെൻസ് ഫോം ചെയ്ത ഒരു ഇമേജ് ഇവിടെ ഉണ്ട്. ഈ ഒരു ഇമേജ് ആണ് നമ്മുടെ ഈ ഐ പി എസ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ ടോപ്പിൽ നിന്ന് രണ്ട് റേസ് വരച്ചു. ഒന്ന് കണ്ടോ, ഒപ്റ്റിക് സെന്ററിലെ കൂടി വരച്ചു. ഒന്ന് ഈ ഒരു ഈ ഒരു ഒപ്റ്റിക് ആക്സിസിന് പാരലായിട്ട് വരച്ചു. അത് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി ഇവിടെ ഈ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയാണ്? ലെൻസിനും അതിന്റെ എഫിനും ഇടയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മൾ മുമ്പ് തന്നെ പഠിച്ചിട്ടുണ്ട്, എന്താണ് എഫിനും ലെൻസിനും ഇടയിലാണ് ഒബ്ജക്റ്റ് വയ്ക്കുന്നതെങ്കിൽ സെയിം സൈഡിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ അറേ ഡയഗ്രത്തിന് അവസാനം പഠിച്ചിട്ടുണ്ട്. ആ കാര്യം നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ നോക്കുക, ഈ രണ്ട് റേസ്, ഈ ടോപ്പിൽ നിന്ന് വരുന്ന രണ്ട് റേസ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനി നമ്മൾ പിറകിലോട്ട് നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ മീറ്റ് ചെയ്യും. അതായത് ഇതിന്റെ ഒരു ഇമേജ് ഇവിടെ ഇങ്ങനെ ഫോം ചെയ്യും, വലിയ ഒരു ഇമേജ്. ഇതിന്റെ പ്രത്യേകത നോക്കിക്കോളൂ, ഈ ഒരു ഇമേജ് ഇറക്റ്റ് ആണ്, അതായത് തലകീഴായിട്ട് മാറുന്നില്ല. ഇതെങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ് ഇത് കിട്ടുന്നത്. കണ്ടോ, ഇവിടെ ഈ ആൻഡിന്റെ ഹെഡ് ഇവിടെയാണുള്ളത്, ഹെഡ് പാർട്ട് ഇവിടെയാണുള്ളത്, ഇവിടെയും അതേപോലെ തന്നെയാണ്. അതായത് ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇറക്റ്റ് ആണ്, പിന്നെയോ അത് മാഗ്നിഫൈഡ് ആണ്, വലുതാകുന്നുണ്ട് അല്ലേ? പിന്നെയോ പിന്നെ അത് വെർച്വൽ ആണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഈ ഒരു കാര്യമാണ് താഴെ കൊടുത്തിരിക്കുന്ന മുഴുവൻ. ഓക്കെ, അതേ കാര്യം തന്നെ അവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ആ ഒരു കാര്യമാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. The focal length of the eyepiece is greater than that of the objective. ഫോക്കൽ ലെങ്ത്, ഐപീസിന്റെ ഫോക്കൽ ലെങ്ത് ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത്തിനേക്കാൾ കൂടുതലാണ്. ഈ ബോക്സ് അങ്ങനെ തന്നെ പഠിക്കുക. ലെൻസ്, ഒബ്ജക്റ്റീവ്, ഐപീസ്, ഇത് രണ്ടും എന്താണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഇനി when objective and eyepiece lenses are compared, focal length more or less, ഏതിന്റെയാണ് ഫോക്കൽ ലെങ്ത് മോർ? ഈ ചിത്രം നോക്കുക, ഐപീസിന്റെ ഫോക്കൽ ലെങ്ത് അല്ലേ മോർ, അതുകൊണ്ട് അവിടെ മോർ എന്ന് എഴുതി. ഐപീസിന്റെ അടുത്ത് മോർ എന്ന് എഴുതി, ഒബ്ജക്റ്റീവിന്റെ അടുത്ത് ലെസ് എന്ന് എഴുതി. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡോ, ഒബ്ജക്റ്റീവ് ഫോം ചെയ്യുന്ന ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഇൻവേർട്ടഡ് ആണ്, അതായത് തലകീഴായതാണ്, പിന്നെ മാഗ്നിഫൈഡ് ആണ്, വലുതാണ്, പിന്നെ റിയൽ ആണ്. ഐപീസ് ഫോം ചെയ്യുന്നതിന്റെ പ്രത്യേകതകൾ ഇറക്റ്റ് ആണ്, പിന്നെ മാഗ്നിഫൈഡ് ആണ്, പിന്നെ വെർച്വൽ ആണ്. ഇത് അങ്ങനെ തന്നെ പഠിക്കുക. ഇതേ കാര്യം വീണ്ടും ഡിസ്ക്രിപ്ഷൻ ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. Where should the object to be observed be kept with reference to the objective? ആ ഒബ്ജക്റ്റീവ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റ് എവിടെയാണ് വയ്ക്കേണ്ടത്? ബിറ്റ്വീൻ FO ആൻഡ് 2FO ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ഇവിടെ. അപ്പോഴാണ് നമുക്ക് കുറച്ച് മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഇവിടെ ഫോം ചെയ്യുന്നത്. നമുക്കങ്ങനെ വലുതാക്കി കാണിക്കുകയാണല്ലോ വേണ്ടത് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച്, അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കേണ്ടത്. വേർ ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ്? ആ ഒബ്ജക്റ്റീവ് ഫോം ചെയ്യുന്ന ഇമേജിന്റെ പൊസിഷൻ എവിടെയാണ്? ബിയോണ്ട് 2F ആണ്. ഓക്കെ, നോക്കിക്കോളൂ, ഇവിടെ 2FO ഉണ്ട്, ഉണ്ട് ഇവിടെ ബ്ലാക്ക് ലെറ്ററിൽ, അതിനും അപ്പുറമായിട്ടാണല്ലോ, അതുകൊണ്ട് ബിയോണ്ട് 2F എന്നിവിടെ കൊടുക്കാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഇമേജ്? ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒബ്ജക്റ്റീവിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻവേർട്ടഡ്, മാഗ്നിഫൈഡ്, റിയൽ. വാട്ട് വുഡ് ബി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഐപീസ്? ഐപീസിന്റെ അതിന്റെ പ്രത്യേകതകളോ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, ഇറക്റ്റ്, മാഗ്നിഫൈഡ്, വെർച്വൽ. ഇനി ഇത് നോക്കുക, ദ ഒബ്ജക്ട് ഷുഡ് ബി പ്ലേസ്ഡ് ബിറ്റ്വീൻ FO ആൻഡ് 2FO ഓഫ് ദ ഒബ്ജക്റ്റീവ്. എ ലാർജ് റിയൽ ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഫോംഡ് ബിയോണ്ട് 2F. കണ്ടോ,
ഇതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ബിയോണ്ട് 2f, അതിനപ്പുറമായിട്ട് ഫോം ചെയ്യുന്നു. ദിസ് ആക്ട്സ് ആസ് ദ ഒബ്ജക്റ്റ് ഫോർ ദ ഐ പീസ്. ഈ ഒരു ഇമേജ് ആണ് ഐ പീസിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിന്റെ പൊസിഷൻ എവിടെയാണ്? ഇറ്റ്സ് പൊസിഷൻ ഈസ് ബിറ്റ്വീൻ ദ ഒപ്റ്റിക് സെന്റർ ആൻഡ് എഫ് ഇ ഓഫ് ദ ഐ പീസ്. അതിന്റെ പൊസിഷൻ എവിടെയാണ്? ഐ പീസിന്റെ എഫ് ഇക്കും അതിന്റെ ആ ഫോക്കസിനും അതിന്റെ ഒപ്റ്റിക് സെന്റർ ഓക്കും മിഡിലായിട്ട്, അതിനും ബിറ്റ്വീൻ ആയിട്ടാണ്. ഓക്കെ, its position is between the optic center and FE of the eyepiece. ഇനി ഇപ്പോൾ വീണ്ടും ഒരു ഇമേജ് ഫോം ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ, അതിന്റെ പ്രത്യേകതകൾ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. എ ലാർജ് ആൻഡ് വെർച്വൽ ഇമേജ് ഓഫ് ദിസ് ക്യാൻ ബി സീൻ ത്രൂ ദ ഐപീസ്. ഐപീസിലെ കൂടെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണുന്നു. ഇതിന്റെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻക്രീസിംഗ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് വിൽ നോട്ട് ബി ബെനഫിഷ്യൽ ഇൻ ദ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. വാട്ട് ഈസ് ദ റീസൺ? അതായത് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൂട്ടിയത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ബെനിഫിറ്റ്സ് ഒന്നുമില്ല. എന്തുകൊണ്ടാണ്? ഇഫ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഈസ് ലോങ്ങർ, അത് ലോങ്ങർ ആണെങ്കിൽ ദ സൈസ് ഓഫ് ദ ഇമേജ് വിൽ ബി സ്മോളർ. ആ ഇമേജിന്റെ സൈസ് സ്മോൾ ആകും. പക്ഷെ നമുക്ക് അങ്ങനെ സ്മോൾ ആവുകയല്ലല്ലോ വേണ്ടത്, നമുക്ക് വലുതാവുകയല്ലേ വേണ്ടത്. ദിസ് മീൻസ് ദ മാഗ്നിഫിക്കേഷൻ വിൽ ബി ലെസ്സർ. അതായത് കുറയുമെന്ന്, അത് ഇമേജിന്റെ സൈസ് കുറയുമെന്നതിനർത്ഥം മാഗ്നിഫിക്കേഷൻ എന്താകുന്നു? കുറയുന്നു എന്ന് തന്നെയാണല്ലോ. സോ അതുകൊണ്ട് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഷുഡ് ഹാവ് എ ഷോർട്ടർ ഫോക്കൽ ലെങ്ത്. ഒബ്ജക്റ്റീവ് ലെൻസിന് ഒരു ഷോർട്ടർ ഫോക്കൽ ലെങ്ത് ആണ് വേണ്ടത്. പ്രൊവൈഡഡ് വിത്ത് എ റേഞ്ച് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസസ് ടു ഒബ്റ്റെയിൻ സ്യൂട്ടബിൾ മാഗ്നിഫിക്കേഷൻ വൈൽ ഒബ്സർവിംഗ് മൈക്രോ ഒബ്ജക്ട്സ്. ചെറിയ വസ്തുക്കളെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ ഒരു മാഗ്നിഫിക്കേഷന് വേണ്ടിയിട്ട് റേഞ്ച് ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസസ്, നമുക്ക് ആവശ്യമായ രീതിയിലുള്ള ഒബ്ജക്റ്റീവ് ലെൻസസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ്. ടെലിസ്കോപ്സ് ആർ ഇൻസ്ട്രുമെന്റ്സ് ടു സീ ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ക്ലിയർലി. ദൂരെയുള്ള ഒബ്ജക്ട്സിനെ, സ്റ്റാർസിനെയും അതേപോലെ പ്ലാനറ്റ്സിനെയും ഒക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണല്ലോ ടെലിസ്കോപ്സ്. ദ ഇൻവെൻഷൻ ഓഫ് ദ ടെലിസ്കോപ്പ് ബ്രോട്ട് എബൌട്ട് എ ഗ്രേറ്റ് ചേഞ്ച് ഇൻ ദ സ്റ്റഡി ഓഫ് ദ യൂണിവേഴ്സ്. ആ യൂണിവേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയിൽ വളരെ വലിയൊരു മാറ്റമാണ് ഈ ടെലിസ്കോപ്പുകളുടെ ഇൻവെൻഷൻ കാരണം ഉണ്ടായിരിക്കുന്നത്. അത്രയും പുരോഗമനം ഉണ്ടായി. There are different types of telescopes that make use of reflection and refraction of light. നമുക്ക് റിഫ്ലക്ഷൻ എന്താണെന്ന് അറിയാം അല്ലേ? അതേപോലെ റിഫ്രാക്ഷനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും പ്രയോജനപ്പെടുത്തുന്ന ടെലിസ്കോപ്സ് ഉണ്ട്. നമുക്കിവിടെ പറയുന്നത് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് പ്രയോജനപ്പെടുത്തുന്ന ടെലിസ്കോപ്പാണ്. അതാണ് റിഫ്ലക്ഷൻ പ്രയോജനപ്പെടുത്തുന്നതല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ ലൈറ്റ് ബെൻഡ് ചെയ്തിട്ട് വരുന്ന ആ ഒരു രീതി, അതിനെ പ്രയോജനപ്പെടുത്തുന്ന ആ ഒരു ടെലിസ്കോപ്പിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. Let's see the functioning of a telescope whose working is based on the refraction of light. നോക്കുക, ടെലിസ്കോപ്പിന്റെ നമ്മൾ നോക്കുമ്പോൾ ഈ ഐയുടെ അടുത്തുള്ള ആ ഒരു ലെൻസ് എന്താണ്? ഐ പീസ്, മറ്റേത് ഒബ്ജക്റ്റീവ്. ഇതിന്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഐ പീസ് ആണ്, ഇത് ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? നേരത്തെ വരച്ചതിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട് അല്ലേ? നേരത്തെ ഒബ്ജക്റ്റീവ് ആയിരുന്നു ഫോക്കൽ ലെങ്ത് കുറവുള്ളത്, എന്നാൽ ഇവിടെയോ? ഇവിടെ ഐ പീസിനാണ് ഫോക്കൽ ലെങ്ത് കുറവ്. ഓക്കെ, ആ ഒരു ചിത്രം നിങ്ങൾ വരച്ച് പഠിക്കണം. നിങ്ങൾ ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെലിസ്കോപ്പിന്റെ ചിത്രം വരയ്ക്കുമ്പോൾ ആ ഒരു മാറ്റം ഓർമ്മിച്ച് വരച്ചാൽ മതി. ഇനി നോക്കുക, ദൂരെയുള്ള വസ്തുക്കളിൽ നിന്ന് വരുന്ന റേസ് നമ്മളിങ്ങനെ പാരലൽ റേസ് ആയിട്ടാണ് വരക്കാറ്. ഓക്കെ, അപ്പോൾ ദൂരെയുള്ള ഒരു വസ്തു, ഓക്കെ, ഇവിടുന്ന് രണ്ട് പാരലൽ റേസ് വരുന്നതായിട്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ട് അല്ലേ? കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ വരക്കാറ്. അപ്പോൾ ഈ രണ്ട് പാരലൽ റേസ്, ഒന്ന് നമ്മുടെ ഈ ഒപ്റ്റിക് സെന്ററിലേക്ക് കൂടെ കടന്നു പോകുന്ന അങ്ങനെ തന്നെ വരച്ചിട്ടുണ്ട്. മറ്റൊന്ന് റിഫ്രാക്ഷൻ ഇതുപോലെ സംഭവിച്ചിട്ട് ബെൻഡ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട് അല്ലേ? കണ്ടോ? ഈ ഒരു രീതിയിൽ വരച്ചിട്ടുണ്ട്. ഈ രണ്ട് റേസ് ഓഫ് ലൈറ്റ് ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ഫോം ചെയ്തതായിട്ട് വരച്ചിട്ടുണ്ട്. ഇനി ഈ ഇമേജ് ആണ് നമ്മുടെ ഈ ഐ പീസിനെ സംബന്ധിച്ചിടത്തോളം ഒബ്ജക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ രണ്ട് റേസ് ഉണ്ടോ? ഇവിടെ ഒരു റേ ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വന്നു. അതേപോലെ ഈ ഒരു റേ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നു. ഇനി ഈ രണ്ട് ലൈറ്റ് റേസ് നമ്മൾ പിറകോട്ട് നീട്ടി വരക്കാം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അതായത് ഇവിടെ ഒരു മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു വലിയ ഇമേജ് ഫോം ചെയ്തു.
ഓക്കെ, ഈ ഒരു ഡയഗ്രം നിങ്ങൾ വരച്ച് പഠിക്കണം. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ ഇപ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ് ഫോം ചെയ്ത ഇമേജിൻ്റെ പ്രത്യേകതകളും അതോടൊപ്പം ഈ IPS ഫോം ചെയ്ത ആ ഒരു ഇമേജിൻ്റെ സ്പെഷ്യാലിറ്റീസും ക്യാരക്ടറിസ്റ്റിക്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്സർവ് ഫിഗേഴ്സ്. The main parts of the telescope are objective and eyepiece. Identify their characteristics and complete the table given below. ഈ ഒരു ചിത്രവും ഈ ഒരു ടേബിളും പഠിക്കുക. ലെൻസ്, ഒബ്ജക്റ്റീവ്, ഐപീസ്. ഇവിടെ പ്രത്യേകത എന്താണ്? ഫോക്കൽ ലെങ്ത് ഒബ്ജക്റ്റീവിനാണ് കൂടുതൽ. ഈ ഒരു കേസിൽ കണ്ടോ, ഒബ്ജക്റ്റീവിനാണ് ഇവിടെ ഫോക്കൽ ലെങ്ത് കൂടുതൽ, മോർ. ഐപീസിന് ലെസ്. ഇനി അപ്പർച്ചർ എന്താണെന്ന് നമുക്കറിയാം. അപ്പർച്ചർ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ലൈറ്റ് കടന്നു പോകുന്ന ആ ഒരു ഭാഗത്തിന്റെ ഏരിയ ആണ് അപ്പർച്ചർ, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏതിനാണ് അപ്പർച്ചർ കൂടുതൽ? നമുക്കറിയാം കണ്ടോ, ഇവിടെ നന്നായിട്ട് അപ്പർച്ചർ ഉണ്ട്, നല്ലോണം അപ്പർച്ചർ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഒബ്ജക്റ്റീവിന് അപ്പർച്ചർ മോർ, ഐപീസിന് അപ്പർച്ചർ ലെസ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡോ. ഒബ്ജക്റ്റീവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. ഇവിടെ കണ്ടോ, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ ഒരു ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ഇമേജാണ് ഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ഇൻവേർട്ടഡ് ആണ്, അത് റിയലുമാണ്. അതാണ് കൊടുത്തിട്ടുള്ളത്. ഇൻവേർട്ടഡ് പിന്നെ ഡിമിനിഷ്ഡ് ആണ്, കണ്ടോ, ചെറുതല്ലേ ഇമേജ്, പിന്നെ റിയൽ ആണ്. ഐപീസിന്റെയോ അത് ഇറക്റ്റ് ആണ്, കണ്ടോ. ഇവിടെ ഐപീസിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അതേപോലെ തന്നെ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ, അതായത് ഇത് തലകീഴായിട്ട് മാറുന്നില്ല, അതുകൊണ്ട് ഇറക്റ്റ് ആണ്. പിന്നെയോ മാഗ്നിഫൈഡ്, അത് വലുതായിട്ടുണ്ട് അല്ലേ, മാഗ്നിഫൈഡ്. പിന്നെ വെർച്വൽ ഇമേജ് ആണ്, അതേ സൈഡിൽ തന്നെയല്ലേ ഇമേജ് വന്നിട്ടുള്ളത്, വെർച്വൽ ഇമേജ് ആണ്. ഇനി നോക്കുക. ലെറ്റ്സ് സീ ഹൗ ദ ഇമേജ് ഈസ് ഫോംഡ് ഇൻ ദ ടെലിസ്കോപ്പ്. വേർ ഇസ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്? ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയാണ്? ഫാർ എവേ അല്ലേ. സ്റ്റാർസും ഗാലക്സീസും ഒക്കെ ഫാർ എവേ ആണ്, വളരെയധികം ദൂരെയാണ്. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ഈസ്, ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് ചിത്രം കണ്ടാൽ മനസ്സിലാവും അല്ലേ, ഇതിന്റെ ഫോക്കൽ ലെങ്ത് ആണ് മോർ, കൊടുത്തിട്ടുണ്ട്, ഗ്രേറ്റർ. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ്? ഒബ്ജക്റ്റീവ് ഫോം ചെയ്യുന്നതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ്? ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. സ്മോൾ ആൻഡ് റിയൽ. വിച്ച് ഓഫ് ദ ലെൻസസ് യൂസ് ദിസ് ഇമേജ് ആസ് ഇസ് ഒബ്ജക്റ്റ്? ഇതിൽ ഏത് ഇമേജ് ആണ് ഇപ്പോൾ ഫോം ചെയ്ത ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, ഒബ്ജക്റ്റീവ് ഫോം ചെയ്ത ആ ഇമേജ് ഉണ്ടല്ലോ, ഈ ഇമേജിനെ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏത് ലെൻസാണ്? നമുക്കറിയാം ഐപീസ് ആണ്. ഈ ഒരു ഇപ്പോൾ ഫോം ചെയ്ത ഇമേജിനെ ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഐപീസ്. ത്രൂ വിച്ച് ലെൻസ് ഈസ് ദ ഇമേജ് വ്യൂഡ്? ഇമേജ് വ്യൂ ചെയ്യുന്ന ലെൻസ് ഐപീസ്. ദ ഇമേജ് വി സീ ത്രൂ ദ ഐപീസ് ഈസ്, നമ്മൾ ഐപീസിലെ കൂടെ കാണുന്ന ഇമേജ് വെർച്വൽ ഇമേജ് ആണ്. പിന്നെ ടെലിസ്കോപ്പ്, ദ ഒബ്ജക്റ്റീവ് ഫോംസ് എ സ്മോൾ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ഓഫ് എ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്. ഈ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുന്നതാണ് ഇവിടെ. ഓക്കെ, ഇറ്റ് ഈസ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ദാറ്റ് വി ഒബ്സർവ് ത്രൂ ദ ഐപീസ്. ഐപീസിലെ കൂടെ കാണുന്നത് ഒബ്ജക്റ്റീവ് ഫോം ചെയ്ത ആ ഒരു ഇമേജിനെയാണ്. സിൻസ് ദ പൊസിഷൻ ഓഫ് ദിസ് ഇമേജ് ഇസ് ബിറ്റ്വീൻ ദ ഫോക്കസ് ഓഫ് ദ ഐപീസ് ആൻഡ് ഇസ് ഒപ്റ്റിക് സെന്റർ. ഇതിന്റെ പൊസിഷൻ ഈ ഐപീസിന്റെ ഒപ്റ്റിക് സെന്ററിനും ഐപീസിന്റെ ഫോക്കസിനും ഇടയിലായതുകൊണ്ട് അപ്പോൾ ഫോം ചെയ്യുന്ന ആ ഒരു ഇമേജിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വി ക്യാൻ സീ ദ വെർച്വൽ ഇമേജ് ഫോംഡ് ബൈ ദ ഐപീസ്. വെർച്വൽ ആയിട്ട് ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നു. ഇറ്റ്സ് ക്ലിയർ ദാറ്റ് വൈൽ മേക്കിംഗ് എ ടെലിസ്കോപ്പ്, ഒരു ടെലിസ്കോപ്പ് നിർമ്മിക്കുമ്പോൾ ദ ലെങ്ത് ഓഫ് ദ ടെലിസ്കോപ്പ് ട്യൂബ്, ആ ഒരു ട്യൂബ് ഉണ്ടല്ലോ, ആ ഒരു ട്യൂബിന്റെ ലെങ്ത് ഷുഡ് ബി ടേക്കൻ ബൈ കൺസിഡറിംഗ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐപീസ് ലെൻസ്. ആ രണ്ട് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കൺസിഡർ ചെയ്തിട്ട് വേണം എത്രമാത്രം ലെങ്ത് ഉള്ള ഒരു പൈപ്പ് വേണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കാൻ. Now, haven't you understood how distant objects can be seen clearly in a telescope? നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നാണ് പറഞ്ഞത്. Let's make a telescope. നമുക്ക് ടെലിസ്കോപ്പ് നിർമ്മിക്കാൻ പഠിക്കാം. മേക്കിംഗ് എ ടെലിസ്കോപ്പ്. മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെ വേണം? അപ്രോക്സിമേറ്റ്ലി 1 മീറ്റർ ലോങ് PVC പൈപ്പ്, ഏകദേശം 1 മീറ്റർ ലെങ്ത് ഉള്ള PVC പൈപ്പ്. ഹാവിങ് എ ഡയമീറ്റർ സ്യൂട്ടബിൾ enough to fix the lens. ആ ലെൻസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനഫ് ആയിട്ടുള്ള ആവശ്യത്തിന് ഡയമീറ്റർ ഉള്ള ഒരു പൈപ്പ് ആകണം അത്. കോൺവെക്സ് ലെൻസ്, ഒരു കോൺവെക്സ് ലെൻസ് വേണം. ഓഫ് ഡയമീറ്റർ 5 സെന്റിമീറ്റർ ഓർ 10 സെന്റിമീറ്റർ, ഏകദേശം ഒരു 5 സെന്റിമീറ്ററോ 10 സെന്റിമീറ്ററോ ഡയമീറ്ററും. പിന്നെ ഡയമീറ്റർ എന്ന് വെച്ചാൽ അറിയാലോ, റേഡിയസിന്റെ ഡബിൾ. ആൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ്
ലെങ്ത് 50 സെൻറ്റിമീറ്റർ ഓർ 100 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് 50 100 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ലെൻസ്. എന്തിനാണത്? ഇവിടെ ഒബ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒബ്ജക്റ്റീവ് ലെൻസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതാണ് വേണ്ടത്. ഓക്കെ, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏകദേശം ഒരു 5-10 സെൻറ്റിമീറ്റർ അതിന് ഡയമീറ്റർ ഉണ്ടാകണം. അതിൻ്റെ ഫോക്കൽ ലെങ്ത് ഒരു 50-100 സെൻറ്റിമീറ്റർ ആകണം. പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെയോ ഐ പീസ് യൂസ്ഡ് ഫോർ വാച്ച് റിപ്പയർ. വാച്ച് റിപ്പയറിനൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ലെൻസ് ഐ പീസും വേണം. ഇപ്പോൾ 2 ലെൻസായി, ബാക്കി കാര്യങ്ങളൊക്കെ ആയി. തിങ്സ് ടു ബി കൺസിഡർഡ് വൈൽ ചൂസിങ് ലെൻസസ്. എന്തൊക്കെ നിങ്ങൾ പരിഗണിക്കണം? ഒന്നാമത്തത് നമുക്കറിയാം, ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തും അപ്പച്ചറും കൂടുതലായിരിക്കണം. അതേപോലെ നമുക്കറിയാം ഐ പി എസിൻ്റെ ആണെങ്കിൽ ഇത് രണ്ടും കുറവായിരിക്കണം. പിന്നെയോ യൂസ് ഹൈ ക്വാളിറ്റി ലെൻസസ്. നല്ല ക്വാളിറ്റി ഉള്ള ലെൻസസ് ഉപയോഗിക്കണം. 3 പോയിന്റ്. ഓക്കെ, മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ എങ്ങനെ നിർമ്മിക്കാൻ നോക്കാം. ഫിക്സ് എ കോൺവെക്സ് ലെൻസ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 10 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആൻഡ് ഫോക്കൽ ലെങ്ത് 100 സെൻറ്റിമീറ്റർ അറ്റ് വൺ എൻഡ് ഓഫ് എ PVC പൈപ്പ് ഹാവിംഗ് അപ്രോക്സിമേറ്റ്ലി 10 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. ഇത് PVC പൈപ്പിൻ്റെ ഓക്കെ, ഇത് PVC പൈപ്പ് അതിന് ഡയമീറ്റർ ഏകദേശം 10 സെൻറ്റിമീറ്റർ ആക്കണം. ഓക്കെ, ഡയമീറ്റർ ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ആക്കണം. അവിടെ 10 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു കോൺവെക്സ് ലെൻസ് നമ്മൾ ഫിക്സ് ചെയ്യണം. പിന്നെയോ ഇതാണ് ഒബ്ജക്റ്റീവ്. നമ്മൾ ഇവിടെ കട്ട് ദ ബോട്ടം ഓഫ് എ പ്ലാസ്റ്റിക് ബോട്ടിൽ ഓഫ് 2 ലിറ്റർ, 2 ലിറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ബോട്ടം കട്ട് ചെയ്തിട്ട് ആൻഡ് ഇൻസേർട്ട് ഇറ്റ് ഇൻ ടു ദ അതർ എൻഡ് ഓഫ് ദ പൈപ്പ്. ആ പൈപ്പിൻ്റെ അതർ എൻഡിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുക. പിന്നെയോ ഇൻസേർട്ട് ആൻഡ് ഫിക്സ് ദ ഐ പീസ് അറ്റ് ദ മൗത്ത് ഓഫ് ദ പ്ലാസ്റ്റിക് ബോട്ടിൽ. അതിൻ്റെ മൗത്തിൽ ഒരു ഐ പീസ് കൂടി ഫിറ്റ് ചെയ്യുക. ഡിസ്റ്റന്റ് ഒബ്ജക്ട്സ് ക്യാൻ ബി ഒബ്സർവ്ഡ് ബൈ അഡ്ജസ്റ്റിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഐ പീസ് ആൻഡ് ദ ഒബ്ജക്റ്റീവ് ബൈ പുഷിംഗ് ഓർ പുള്ളിംഗ് ദ പ്ലാസ്റ്റിക് ബോട്ടിൽ. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ പുഷോ പുള്ളോ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ്, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറ്റം വരുത്താലോ. ഒബ്ജക്റ്റീവിനും ഐ പി എസിനിടയിലുള്ള ഡിസ്റ്റൻസ്. അങ്ങനെ നമുക്ക് ദൂരെയുള്ള വസ്തുക്കളെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫോക്കസ് ചെയ്തിട്ട് കാണാൻ കഴിയുന്നു. സ്പെഷ്യൽ അറ്റൻഷൻ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഡു നോട്ട് ലുക്ക് അറ്റ് ദ സൺ ത്രൂ എ ടെലിസ്കോപ്പ്. ടെലിസ്കോപ്പിലെ കൂടി നമ്മൾ സണ്ണിനെ നോക്കരുത്. എന്തുകൊണ്ടാണ്? വൈ ഇറ്റ് ഈസ് സെഡ് നോട്ട് ടു ലുക്ക് അറ്റ് ദ സൺ ത്രൂ എ ടെലിസ്കോപ്പ്. എന്തുകൊണ്ടാണ് നോക്കരുതെന്ന് പറയുന്നത്? സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട്, കണ്ടുപിടിക്കുക. ബിക്കോസ് ദ ലൈറ്റ് ഫ്രം ദ സൺ ഈസ് വെരി മച്ച് ഇൻറ്റൻസ്. വളരെയധികം തീവ്രതയുള്ള പ്രകാശമാണ് സൂര്യനിൽ നിന്ന് വരുന്നത്. ഇറ്റ് ക്യാൻ ഡാമേജ് ദ ഐസ്. അതിന് കണ്ണിനെ തകരാറാക്കാൻ അത് കാരണമായേക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ള ഇറ്റ്സ് പ്രിഫറബിൾ ടു ഫിക്സ് എ ടെലിസ്കോപ്പ് ഓൺ എ സ്റ്റാൻഡ് വൈൽ ഒബ്സർവിങ് അതർ സെലസ്റ്റിയൽ ബോഡീസ്. മറ്റ് ആകാശഗോളങ്ങളെയൊക്കെ നിരീക്ഷിക്കുമ്പോൾ ഈ ടെലിസ്കോപ്പ് ഒരു സ്റ്റാൻഡിൽ വയ്ക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ട്? അത് ഷെയ്ക്ക് ചെയ്യാതെ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അല്ലെ, ടെലിസ്കോപ്പ് ഷെയ്ക്ക് ആവുകയാണെങ്കിൽ നമുക്കതിനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ കഴിയണമെന്നില്ല. ഇനി നമുക്ക് ആസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.